നമ്മളോടൊപ്പം വിഷ്ണു സുരേഷ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, എന്താണ് ഇന്നിപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഗവർണറുടെ അപ്പീൽ തള്ളിക്കൊണ്ട് വ്യക്തമാക്കുന്നത്? നേരത്തെ തന്നെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വൈസ് ചാൻസലറുടെ നിയമനം ഉണ്ടാകേണ്ടത് സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്നാണ് എന്ന് വ്യക്തമാക്കിയതാണ്. അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ചാൻസലർ എന്ന നിലയിൽ ഗവർണർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. അപ്പോൾ ഈ താൽക്കാലിക VC നിയമനത്തിൽ ഗവർണർക്ക് ഈ ഉത്തരവിലൂടെ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഉത്തരവിൽ പറയുന്നത്? ഏത് നിലയ്ക്ക് വേണം വൈസ് ചാൻസലർമാരുടെ നിയമനം നടത്താൻ എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ താൽക്കാലിക VCമാരെ നിയമിക്കുകയാണെങ്കിൽ അവരുടെ കാലാവധി 6 മാസമായി നിജപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിർദ്ദേശം ഈ ഉത്തരവിന്റെ ഭാഗമായി വന്നിട്ടുണ്ടോ? ഗോപികൃഷ്ണൻ, അതാണ് ഈ വിധിയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം. താൽക്കാലിക VCമാരെ നിയമിക്കുകയാണെങ്കിൽ അവരുടെ കാലാവധി 6 മാസമായി നിജപ്പെടുത്തണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നു. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ അപ്പർ ഹാൻഡ് നൽകുന്ന ഒരു നിരീക്ഷണമാണത്. ഒരു പക്ഷേ ഇനി ഇതുവരെ ഗവർണർ നടത്തിയിട്ടുള്ള താൽക്കാലിക VC നിയമനമൊക്കെ റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം ഈ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് സംസ്ഥാന സർക്കാരിന് അത് വലിയ മേൽക്കൈ നൽകുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ വിധിയുടെ പകർപ്പ് പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല. അല്പസമയത്തിനകം തന്നെ അത് അപ്ലോഡ് ചെയ്യപ്പെടും. ആ വിധി പറയുന്ന ഘട്ടത്തിൽ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, അതോടൊപ്പം തന്നെ PV ബാലകൃഷ്ണൻ, ഇവരുടെ ബെഞ്ചാണ് ഈ കേസ് ഹർജി പരിഗണിച്ചത്. നീണ്ട വാദം നടന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അതിനുശേഷമാണെന്ന് വിധി പറഞ്ഞത്. വൈസ് ചാൻസലർ എന്ന പോസ്റ്റിന്റെ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്ന് ഈ വിധിയിൽ ഉടനീളം പരാമർശിച്ചിട്ടുണ്ട്. വൈസ് ചാൻസലർ കിങ് പിൻ ആണ് എന്ന ഈ ചാൻസലർ ഈ സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് വിദ്യാർത്ഥികളുടെ മുന്നോട്ടുള്ള ഭാവി തീരുമാനിക്കാൻ പോലും പ്രാപ്തിയുള്ള ഒരാളാണ് തുടങ്ങിയ പരാമർശങ്ങളൊക്കെ ഈ വിധിയുടെ ഭാഗമായി ഉണ്ട്. അതിന്റെ പൂർണ്ണ രൂപം അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും. ഒപ്പം ഈ താൽക്കാലിക VCമാർക്ക് അപ്പുറത്തേക്ക് സ്ഥിരം VCമാരുടെ നിയമനം എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ നടത്തുന്നില്ല, എന്തുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്നില്ല എന്നൊരു ചോദ്യം വരുന്നു. നേരത്തെ മോഹന കുന്നുമ്മലിന്റെ നിയമനം സ്ഥിരപ്പെടുത്തിയ ഘട്ടത്തിൽ, അല്ലെങ്കിൽ അത് ആ നിയമനത്തിന് പ്രശ്നമില്ല എന്ന് പറഞ്ഞ സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ പോലും സമാന